അല്ലാഹുവേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നീ നിങ്ങളുടെ ഹലാലായ മുറാദുകൾ സാധിച്ചു തരണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു മഹത്തായ ദിക്റിനെയാണ്. പരിശുദ്ധമാക്കപ്പെട്ട ളുഹാ നമസ്കാരം നമസ്കരിച്ചതിന് ശേഷം ഈ മഹത്തായ ദിക്ർ ഒരു 17 പ്രാവശ്യം ചൊല്ലിയിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രതിസന്ധികൾ അല്ലാഹു മാറ്റി തരുന്നതാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി തരുന്നതാണ്. നിങ്ങൾക്ക് എന്താണോ ആവശ്യം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ ഈ ളുഹാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയിട്ട് അല്ലാഹുവോട് ചോദിച്ചാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി തരുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലാഹു പരിഹരിച്ചു തരുന്നതാണ്. ഒരു മഹത്തായ നമസ്കാരം, ഒരു മഹത്തായ ദിക്റും, ഈ രണ്ട് കാര്യവും മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് രോഗികളുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, അതുപോലെ ജോലിയില്ലാത്തവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹത്തുക്കളായ ആലിമീങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതുപോലെ ഈ അമൽ നിങ്ങൾ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുന്നതാണ്. അത്ര മഹത്തായ ഒരു ദിക്റിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. പടച്ചവനെ, ഞങ്ങൾക്കെല്ലാം നല്ല വിജയങ്ങൾ നൽകണേ അല്ലാഹ്. ളുഹാ നമസ്കാരം ഒരുപാട് പ്രതിഫലവും പോരിശയുമുള്ള നമസ്കാരമാണ്. എത്ര പറഞ്ഞാലും തീരാത്ത പ്രതിഫലമുള്ള ഒരു നമസ്കാരമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സുബഹി നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുകയും അവിടെ തന്നെ ഇരുന്നിട്ട് ദിക്റോ സലാത്തോ ഖുർആനോ ഓതുകയോ ചെയ്തതിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ കാത്തിരുന്നു. സൂര്യൻ ഉദിച്ചു ഒരു കുന്തത്തിന്റെ മുഴത്തോളം ഉയർന്നാൽ, അതായത് സൂര്യൻ ഉദിച്ചു 20 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ളുഹാ നമസ്കരിക്കാം. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, സുബഹി നമസ്കാരം നിങ്ങൾ ജമാഅത്തായി നമസ്കരിച്ചതിന് ശേഷം അവിടെ തന്നെ ദിക്റും സലാത്തൊക്കെ ചൊല്ലിക്കൊണ്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ, സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ മുഴത്തോളം ഉയർന്നാൽ, അതായത് സൂര്യൻ ഉദിച്ചൊരു 20 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ളുഹാ നമസ്കരിക്കുകയും ചെയ്താൽ പരിപൂർണമായ ഒരു ഉംറ ചെയ്ത കൂലി അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. നോക്കൂ മുഅ്മിനീങ്ങളെ, എത്ര മഹത്തായ പ്രതിഫലമാണെന്നുള്ളത്. ഒരു ഉംറ ചെയ്ത കൂലി അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ പരിശുദ്ധ കൂട്ടുകാരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എല്ലാ അറബ് മാസങ്ങളിലും 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കണമെന്നും ളുഹാ നമസ്കാരം മുടങ്ങാതെ നമസ്കരിക്കണമെന്നും റസൂലുള്ളാഹി തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവോട് പറയാണ്, ളുഹാ നമസ്കാരം മുടങ്ങാതെ നമസ്കരിക്കണമെന്നും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇശാ നമസ്കാരം കഴിഞ്ഞാൽ വിത്ർ നമസ്കാരം കൂടി നിസ്കരിക്കണമെന്നും എന്നോട് എന്റെ പരിശുദ്ധ കൂട്ടുകാരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് ഉപദേശിച്ചു തന്നു എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മനുഷ്യർക്ക് എന്തൊക്കെ വേദനകളാണ് അല്ലെ? നമുക്ക് പല വേദനകളും ശരീരത്തിലുണ്ട്. ചിലർക്ക് മുട്ടുവേദനയുണ്ട്, ചിലർക്ക് കാലുവേദനയുണ്ട്, ചിലർക്ക് വയറുവേദനയുണ്ട്, ചിലർക്ക് നെഞ്ചുവേദനയുണ്ട്. അങ്ങനെ പല പല വേദനകളാണ്. ഈ വേദനകൾക്കെല്ലാം ഒരു മരുന്ന് കൂടിയാണ് ളുഹാ നമസ്കാരം. സുബ്ഹാനല്ലാഹ്. നോക്കൂ മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മുടെ ശരീരങ്ങളിലുള്ള വേദനകൾക്ക് ഒരു മരുന്ന് കൂടിയാണ് ളുഹാ നമസ്കാരം. അതുപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പ്രഭാതമായാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിലെ കെണിപ്പുകൾ അതനുസരിച്ച് നിങ്ങൾ സദഖ കൊടുക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ശരീരത്തിൽ എത്ര ജോയിന്റുകളുണ്ട്, എത്ര കെണിപ്പുകളുണ്ട് മുഅ്മിനീങ്ങളെ? 360 കെണിപ്പുകളാണ് നമ്മുടെ ശരീരങ്ങളിലുള്ളത്. സുജൂദ് ചെയ്യുമ്പോൾ എത്ര ജോയിന്റുകളാണ് വളയുന്നത്. നമ്മുടെ ശരീരത്തിലെ വേദനകൾ വരുമ്പോൾ, ആ വേദന വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഓരോ അവയവങ്ങളുടെയും വില മനസ്സിലാകുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലേ? ചിലർ പറയും, ഉസ്താദേ എനിക്ക് ആ മുട്ടൊന്നും മടക്കാൻ വയ്യ, എത്രയോ വർഷം ഞാൻ എത്ര ഫ്രീ ആയിട്ടാണ് ഞാൻ ജോലി ചെയ്ത് സുജൂദ് ചെയ്തതൊക്കെ, പക്ഷെ ഇപ്പൊ എനിക്ക് ആ മുട്ടൊന്ന് ചെറുതായിട്ട് മുടക്കുമ്പോൾ തന്നെ ഭയങ്കരമായ വേദനയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തന്ന
അവയവങ്ങൾക്ക് എന്തെങ്കിലും ഒരു ന്യൂനത വരുമ്പോഴാണ് അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. മുഅ്മിനീങ്ങളെ, പടച്ചവനെ, നീ തന്ന അവയവങ്ങളിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. നീ തന്ന ശരീരത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അല്ലാഹു റസൂലുള്ളാഹി പറഞ്ഞത്, പ്രഭാതത്തിൽ നിങ്ങൾ ഓരോ ശരീരങ്ങളോട് 360 ജോയിന്റ് ഉണ്ടാവും. 360 വേണ്ടി നിങ്ങൾ ദാനധർമ്മം ചെയ്യാൻ അല്ലാഹു റസൂൽ പറഞ്ഞത്. അല്ലാഹു അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ ജോയിന്റുകൾക്ക് അനുസരിച്ച് നേരം പുലർന്നാൽ 360 കെടുപ്പുകൾക്കനുസരിച്ച് നിങ്ങൾ സദഖ ചെയ്യണേ എന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ സഹാബാക്കൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, നമ്മളിൽ പലർക്കും അതിന് കഴിയില്ല നബിയേ, ഞങ്ങൾക്ക് പലർക്കും അതിന് കഴിയില്ല യാ റസൂലല്ലാഹ്. 360 കെടുപ്പുകൾക്കനുസരിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾ പലരും സമ്പന്നരല്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഓരോ തസ്ബീഹും തഹ്ലീലും സദഖയാണ്, ഓരോ നന്മ പറയുന്നതും സദഖയാണ്, ഓരോ തിന്മ ചെയ്യരുതെന്ന് പറയുന്നതും സദഖയാണ്. ഇതിനെല്ലാം പകരം നിങ്ങൾ ചെയ്യുന്ന സദഖയ്ക്ക് പകരം മതിയാകുന്ന ഒരു കാര്യമുണ്ട്, 2 റക്അത്ത് ദുഹാ നമസ്കാരം. ഈ 2 റക്അത്ത് ദുഹാ നമസ്കാരം നിങ്ങൾ നിസ്കരിച്ചാൽ 360 കെടുപ്പുകൾക്കുള്ള സദഖയ്ക്ക് തുല്യമാണ് ദുഹാ നമസ്കാരം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുഹാ നമസ്കാരം ദുഹർ ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് 15 മിനിറ്റ് മുമ്പ് വരെ ദുഹാ നമസ്കരിക്കാം. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ദുഹാ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഈ 360 കെടുപ്പുകൾക്ക് സദഖ ചെയ്യുന്ന കൂലി നമുക്ക് കിട്ടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. അപ്പൊ എത്രമാത്രം പ്രതിഫലമുള്ള നമസ്കാരമാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. വലിയ മഹത്വമുള്ള നമസ്കാരമാണ്, വലിയ മഹത്വമുള്ള നമസ്കാരമാണ്. ഈ നമസ്കാരത്തിന് ശേഷമാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ മഹത്തായ ദിക്ർ നിങ്ങൾ ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ കാരുണ്യവാനായ അല്ലാഹു നിങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കുന്നതാണ്. ഒരുപാട് വിഷമങ്ങളുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരങ്ങളെ, പിതാക്കന്മാരെ, ഈ ദുഹാ നമസ്കാരം നിങ്ങൾ മുടക്കല്ലേ. വലിയ പുണ്യമുള്ള നമസ്കാരമാണ്. അഥവാ സൂര്യൻ ഉദിച്ച് പ്രഭാതത്തിൽ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ദുഹറിന് ബാങ്ക് കൊടുക്കുന്നതിന് 15 മുമ്പ് വരെ, അത് 15 മിനിറ്റ് മുമ്പ് വരെ അതിന്റെ സമയമുണ്ട്. ആ നമസ്കാരം നിങ്ങൾ നിസ്കരിച്ചാൽ വലിയ പുണ്യമുള്ളതാണ്. അതിന്റെ ഒത്ത സമയം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പണ്ഡിതന്മാർ നിസ്കരിക്കുന്നതും ഉസ്താദന്മാരും പണ്ഡിതന്മാരും നിസ്കരിക്കുകയും അതിന്റെ അഫ്ളലായ സമയം ഒരു 8 മണി 9 മണിക്ക് മുമ്പ് തന്നെ നിസ്കരിക്കണം. വലിയ മഹത്വമുള്ള നമസ്കാരമാണ് മുഅ്മിനീങ്ങളെ. ഈ നിസ്കാരം നിങ്ങൾ നിസ്കരിച്ചിട്ട് ഒരുപാട് വേദനകൾ ഉള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഒരുപാട് വിഷമങ്ങളുള്ളവരുണ്ട്. നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഈ ദിക്ർ ചൊല്ലിയിട്ട് നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരുന്നതാണ്. അപ്പൊ ഈ നിസ്കാരത്തിന്റെ കൂടിയ റക്അത്ത് 12 റക്അത്താണ്, മധ്യ നിലപാട് 8 റക്അത്താണ്. കുറഞ്ഞത് 2 റക്അത്തുകൾ നിസ്കരിക്കണം. കുറഞ്ഞത് എത്രയാണ്? 2 റക്അത്തുകൾ നിസ്കരിക്കണം. ഈ നിസ്കാരത്തിന്റെ നിയ്യത്ത് 2 റക്അത്ത് ദുഹാ നമസ്കാരം ഖിബ്ലയ്ക്ക് മുന്നിട്ടുകൊണ്ട് അതായി അല്ലാഹു തആലക്ക് വേണ്ടി നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് കൈകെട്ടുക. എന്നിട്ട് വജ്ഹത്ത് ഓതുക. എന്നിട്ട് സാധാരണ നിസ്കരിക്കുമ്പോൾ 2 റക്അത്ത് നമസ്കരിച്ച് സലാം വീട്ടുക. വജ്ഹത്ത് ഓതുക, കൈയ്യടിയുടെ വജ്ഹത്ത്, ഫാത്തിഹ ഓതി ചെറിയ സൂറത്ത് ഓതി സലാം വീട്ടുക. സാധാരണ നിസ്കരിക്കുന്ന പോലെ 2 റക്അത്ത് നമസ്കരിക്കുക. ഇത്രയും പോരിശയാക്കപ്പെട്ട ദുഹാ നമസ്കാരം നമസ്കരിച്ചതിന് ശേഷം ഒരാൾ ഈ പറയുന്ന ദിക്ർ ഒരു 17 പ്രാവശ്യം പറയണം. എത്ര പ്രാവശ്യം പറയണം? 17 പ്രാവശ്യം പറഞ്ഞിട്ട് ദുആ ചെയ്താൽ പ്രയാസ പ്രതിസന്ധികൾ മാറ്റി അല്ലാഹു നൽകുന്നതാണ്. വിഷമങ്ങൾ അല്ലാഹു മാറ്റി തരുന്നതാണ്. അവന്റെ ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കുന്നതാണ്. അവന്റെ പ്രശ്നങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കുന്നതാണ്. ഓരോ കുടുക്കിൽപ്പെട്ട കള്ളക്കേസുകൾ കുടുങ്ങിയവരുടെ കേസിൽ നിന്ന് അല്ലാഹു അവരെ രക്ഷപ്പെടുത്തുന്നതാണ്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ വലിയ മഹത്വമുള്ള നമസ്കാരമാണ്. രോഗമുള്ളവരെ, ഭവനമില്ലാത്തവരെ, വിദേശ രാജ്യത്ത് കുടുങ്ങപ്പെട്ടവരെ, നല്ല ജോലിയില്ലാത്തവരെ, നല്ല ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരെ, മറ്റു നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങളെ, ഇന്ന് മുതൽ നിസ്കാരം തുടങ്ങിക്കൊള്ളുക. അതിനുശേഷം ഈ ദിക്ർ ചൊല്ലി നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ കാരുണ്യവാനായ റബ്ബ് നിങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്.
അപ്പൊ ആ മഹത്തായ ദിക്ർ ഏതാ നമുക്ക് നോക്കാം അല്ലേ. നമ്മൾ ഒരു ദിക്റിനെ കുറിച്ചാണ് പറഞ്ഞത്, ദുഹാ നമസ്കാരത്തിന് ശേഷമുള്ള ദിക്ർ. ആ ദിക്ർ നമുക്ക് നോക്കാം. റബ്ബി ഗഫിർലി വർഹംനി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബി ഗഫിർലി വർഹംനി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബി ഗഫിർലി വർഹംനി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബി ഗഫിർലി വർഹംനി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബി ഗഫിർലി വർഹംനി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബി ഗഫിർലി വർഹംനി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. മഹത്തായ ദിക്ർ നിങ്ങൾ ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ മുഅ്മിനീങ്ങളെ, അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ ഈ മഹത്തായ ദിക്ർ ദുഹാ നമസ്കരിച്ചതിന് ശേഷം ഈ ദിക്ർ ഒരു 17 പ്രാവശ്യം പറഞ്ഞിട്ട് നിങ്ങൾക്കറിയാവുന്ന ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരുന്നതാണ്. പടച്ചവനെ, ഒരുപാട് ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ട് അല്ലാഹ്, അതെല്ലാം നീ നിറവേറ്റണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മുറാദ്, ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. അവ ഈ വീഡിയോകൾ മറ്റുള്ളവരിലോട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുമൊക്കെ ഈ വിജ്ഞാനങ്ങൾ പഠിക്കട്ടെ, അവർ ദുഹാ നമസ്കരിക്കട്ടെ, മഹത്തായ ദിക്ർ ചൊല്ലട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ദാനധർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങളൊക്കെ അവർ ചെയ്യട്ടെ. അല്ലാഹു അതിന്റെ കൂലി നമുക്ക് നൽകുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിഅസാതിദിനാ റബ്ബി റഹ്മഹാ കമാ റബ്ബൗനാ സിഗാറാ. അർഹമുർ റഹീമായ അല്ലാഹുവേ, പ്രപഞ്ചസിതാവായ പടച്ചവനെ, കരുണക്കടലായ അല്ലാഹ്, നിങ്ങൾ പറഞ്ഞതും കേട്ടതുമായ ഈ കാര്യങ്ങളെല്ലാം നീ ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ പടച്ചവനെ. മാരകമായ രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പലരും കടക്കാരാണ് റബ്ബേ, ഞങ്ങളെ കടങ്ങൾ വീട്ടി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പലരും ജോലിയില്ലാത്തവരാണ് റബ്ബേ, ജോലി നൽകണേ അല്ലാഹ്. നീ ജോലി നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ എത്രയോ മക്കൾ വിവാഹ പ്രായമെത്തി നിൽക്കുന്നു അല്ലാഹ്. അവരിലേക്കെല്ലാം സാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരങ്ങളെ പലരും വിദേശ രാജ്യങ്ങളിലാണ് പടച്ചവനെ. സന്തോഷത്തോടെ, സൗന്ദര്യത്തോടെ, സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം അവർക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പലരും കച്ചവടക്കാരാണ് റബ്ബേ. ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ തൊഴിലിലും എല്ലാവരും ബർക്കത്ത് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളിലെ ബർക്കത്ത് വരണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ്. ഞങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ കാക്കണേ അല്ലാഹ്. പടച്ചവനെ, നീ അനുഗ്രഹങ്ങൾ ധാരാളം നിലനിർത്തണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വാപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങളെ ബർക്കത്ത് കൊണ്ട് സാധിപ്പിക്കണേ അല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.